ലഹരിക്കണിയിൽ കേരളം ഞെട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഒരു തന്തേനെയും തള്ളേനെയും ഒരുത്തൻ വെട്ടിയും കുത്തിയും കൊന്നു. കൊന്നതിന് ശേഷം എടവപ്പള്ളി വികാരിച്ചിനും അതുപോലെ തന്നെ അറിയാവുന്ന കുറച്ച് നാട്ടുകാർക്ക് മെസ്സേജ് അയച്ചു, ഞാൻ അപ്പനെയും അമ്മയും കൊന്നു എന്നും പറഞ്ഞു. കേട്ടിട്ട് പ്രത്യേകിച്ച് ആർക്കും ഒന്നും തോന്നുന്നില്ലായിരിക്കുമല്ലോ അല്ലേ? കാരണം സ്ഥിരം ഇതുപോലത്തെ വാർത്ത വരുന്നതുകൊണ്ട്. അങ്ങ് ഇടുക്കിയിലാണ് സംഭവിച്ചത്. അപ്പോൾ ഈ സാമാനം എല്ലാം കൂടെ വലിച്ചു കയറ്റി കഴിയുമ്പോഴത്തേക്ക് മുന്നിൽ നിൽക്കുന്ന ആരാന്നു എന്താണെന്ന് പോലും അറിയത്തില്ല. കഷ്ടപ്പെട്ട് അത്രയും നാളും വളർത്തി വലുതാക്കിയ തന്തയില്ല തള്ളയില്ല. തള്ളയുടെ കഴുത്തിനും കുത്തി, തന്തയുടെ വള്ളയ്ക്കും കുത്തി, രണ്ടുപേരെയും തീർത്തു. ഇതൊക്കെയാണ് വരുന്നത്. അത് കഴിഞ്ഞ് പോലീസുകാർ പിടിച്ചപ്പോൾ അവൻ്റെ വായിൽ നിന്ന് വരുന്ന വർത്താനം ദൈവം പറഞ്ഞിട്ട് ചെയ്തതാണ്, ദൈവം പറഞ്ഞിട്ട് ചെയ്തതാണ്. ആ വല്യമ്മയെ കൊല്ലരുതെന്ന് പറഞ്ഞു, അതുകൊണ്ട് വല്യമ്മയെ കൊന്നുമില്ല. എന്തായാലും ആ ന്യൂസ് ഒന്ന് കാണാം. ദൈവം പറഞ്ഞിട്ടാണ് കൊല നടത്തിയതെന്ന് ഇടുക്കി എഴുകുംവയലിൽ അച്ഛനെയും അമ്മയെയും കൊന്ന അജീഷ്. പോലീസിനോടും നാട്ടുകാരോടും കൊലപാതക കാരണമായ അജീഷ് പറഞ്ഞത് ഇതാണെന്നാണ് പഞ്ചായത്ത് മെമ്പർ റെജി ഇലുപ്പുലിക്കാട്ട പറഞ്ഞത്. ഭവ്യ, ഇന്നലെ രാത്രി ഈ കാണുന്ന വീട്ടിലാണ് ഇരട്ട കൊലപാതകം നടന്നിരിക്കുന്നത്. പാറത്തറയിൽ ആന്റണി, അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ഭാര്യ വത്സല, ഈ രണ്ടുപേരെയാണ് കൊലപ്പെടുത്തിയത്. ഇപ്പോൾ പോലീസിനുള്ളിൽ ഇൻക്വസ്റ്റ് നടപടികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ആന്റണി ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി ആംബുലൻസിലേക്ക് മാറ്റിയിട്ടുണ്ട്. വത്സലയുടെ ഇൻക്വസ്റ്റ് നടപടികളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവരുടെ മകൻ അജീഷിനെ ഇന്നലെ രാത്രി തന്നെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരുന്നു. അജീഷും ഈ മാതാപിതാക്കളും അതോടൊപ്പം തന്നെ ആന്റണിയുടെ അമ്മയുമാണ് ഈ വീട്ടിലുണ്ടായിരുന്നത്. ഇതിൽ ആന്റണിയെയും ഭാര്യയെയുമാണ് ഇപ്പോൾ കൊലപ്പെടുത്തിയിരിക്കുന്നത്. കൂടെ വല്യമ്മയുണ്ടായിരുന്നു. അവരെ പക്ഷേ ഈ അജീഷ് ഒന്നും ചെയ്തിട്ടില്ല. ഇയാൾ പോലീസിനോട് പറഞ്ഞിരിക്കുന്നത് ഇത്രയും കേട്ടപ്പോൾ തന്നെ എന്ത് തോന്നി അല്ലേ? അവന് 10-26 വയസ്സാങ്ങാണ്ടേ ഉള്ളൂ ഒരു മകൻ. അവനെ ഡി അഡിക്ഷൻ സെന്ററിൽ വിട്ടേക്കുവാണ്. ലഹരിയുടെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് അവന്റെ കിളി പോയൊരവസ്ഥയിൽ അവനെ പിടിച്ചുകൊണ്ട് ഡി അഡിക്ഷൻ സെന്ററിൽ കൊണ്ടുപോയിട്ടതാ. അവിടുന്ന് തിരിച്ചു വന്നേച്ച് ആ പാവടെ തന്തേനെ തള്ളേനെ തീർത്ത്. എന്തൊരവസ്ഥയല്ലേ നമ്മുടെ നാടെങ്ങോട്ടാ പോകുന്നതെന്നുള്ളത്. ഇത് ഇങ്ങനെ തന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വീഡിയോ ഇങ്ങനെ ഞാൻ ഓരോരുത്തർ കാണുകയും കേൾക്കുകയും എല്ലാ ദിവസവും നമ്മൾ പത്രം തുറക്കുക, അല്ലെങ്കിൽ നമ്മൾ ഇപ്പം വാർത്താ ചാനലുകളിൽ കാണുന്നത് കൂടുതൽ ഫോൺ കയ്യിലുള്ളതുകൊണ്ട് സോഷ്യൽ മീഡിയ ആണല്ലോ ഉപയോഗിക്കുന്നത്. അതിൻ്റെ അകത്ത് നമ്മൾ കാണുന്ന എല്ലാം ഇങ്ങനത്തെ വാർത്തകളാണ്. ലഹരിക്കടിമയായ മകൻ തന്തേനെ കൊല്ലുന്നു, തള്ളേനെ കൊല്ലുന്നു, അപ്പനേതാ അമ്മ ഏതാ സഹോദരൻ ഏതാ സഹോദരി ഏതാ തിരിച്ചറിയാൻ മേല. കൈ കിട്ടുന്ന സാധനം വെച്ച് കത്തിയാണെ കത്തി അല്ലെ കല്ലാണെ കല്ല് അടിച്ചു കൊല്ലുക. അവസ്ഥ എന്ന് പറഞ്ഞാൽ ഇത്രയും പരിതാപകരമായ ഒരു അവസ്ഥ. എന്നതാണെങ്കിലും തൂഫാൻ എന്ന് പറയുന്ന ഓപ്പറേഷൻ തൂഫാൻ എന്ന് പറയുന്ന ഒരു സംഗതിയൊക്കെ ആയിട്ട് പുതിയ ഗവൺമെന്റ് വന്ന് കുറെ ആളുകളെ പിടികൂടുകയും പിന്നെ ചെയ്യുന്നത് അവരെ ഡി അഡിക്ഷൻ സെന്റർ അല്ലെങ്കിൽ റീഹാബിലിറ്റേഷൻ സെന്റേഴ്സിലൊക്കെ ഇവരെ വിടുകയും ചെയ്യും. പക്ഷേ ഒരു കാലയളവ് കഴിയുമ്പോൾ തിരിച്ച് ഇവർ ഇറങ്ങിയിട്ട് ഇതേ പ്രശ്നം തന്നെയാണ് ചെയ്യുന്നത്. 10-15 ദിവസം ഡി അഡിക്ഷൻ സെന്ററിൽ കിടന്നതിന് ശേഷം ഇറങ്ങി വന്ന ചോരുത്തൻ ഒപ്പിച്ച വാർത്തയാണ് ഇപ്പോൾ പറഞ്ഞത്. ഇതുപോലെ ഇനി എത്ര എണ്ണം നടക്കാൻ കിടക്കുന്നു. നമ്മൾ അറിയാത്ത എത്രയോ കേസുകളുണ്ട്. ഓരോ വീടുകളിൽ ഓരോ കാരണവന്മാർ അനുഭവിക്കുന്നത് ഇതുപോലെ തന്നെ. ലഹരി വാങ്ങാൻ വേണ്ടി പണം കൊടുക്കാതെ വരുമ്പം തള്ളക്കെട്ട് അടിക്കുക, തന്തക്കെട്ട് അടിക്കുക, എന്തൊരു അവസ്ഥയാണ്. ചെറിയ രീതിയിലൊക്കെ നമ്മൾ വാർത്തകൾ കാണാറുണ്ട്. പക്ഷെ എന്നാലും അല്ല, ഇതുപോലെ തന്നെ കൊല ഒരുപാട് കാണാറുണ്ട്. വന്നിപ്പം ഈ സാമാനം ഇങ്ങോട്ട് പടച്ചു വിടുന്ന അവന്മാരെ വേണം ആദ്യമേ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അവന്മാരെ പൂട്ടണം. അത് വരുന്നത് ഈ പറയുന്ന ഈ ചെറിയ പൊടിയും കാര്യങ്ങളും തന്നെ പറയുന്നത് 100 ഗ്രാം അല്ലെങ്കിൽ ഒരു അര കിലോ അത്രയും സാധനങ്ങൾ പിടിക്കുമ്പോൾ അവിടെ വേറെ ചാക്കും കണക്കിന് സാധനം വേറെ സൈഡിൽ കൂടെ പോവുകയാണ്. ഇത്രയും വലിയ കെമിക്കൽ സംഭവം ഇതിലെ ഇങ്ങനെ ഇറങ്ങി പോന്നിട്ട് പിടികൂടുന്നുണ്ട്. പക്ഷെ എന്നാലും ഇത് കണ്ടോ, ഇപ്പൊ ഭയങ്കര മൂർധന്യ ഒരു അവസ്ഥയാണ്. ഒരു വല്ലാത്തൊരു സിറ്റുവേഷനിൽ കൂടെയാണ് കാര്യങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഈ പറയുന്ന മയക്കുമരുന്നിന്റെ അടിമത്തത്തിൽ പെട്ട് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴത്തേക്കും എന്താ പറയുന്നത്, എത്രയും കൊല്ലം ഊട്ടി വളർത്തിയ കാരണവന്മാരെ പോലും തിരിച്ചറിയാൻ മേല എന്ന് പറയുന്ന ഒരു അവസ്ഥ എന്ന് പറയുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഈ ലഹരിയുടെ ഇത്രയും എന്താ പറയുന്നത് അതിന്റെ ഒരവസ്ഥ എന്ന് പറയുന്നത്. പോലീസുകാർ തിരിച്ചു കൊണ്ടുവന്നു കഴിഞ്ഞപ്പോൾ അവൻ പറയുന്നത് ഒന്നും ഒരു ഓർമ്മയില്ല, ഇതൊക്കെ എന്നെ പൂട്ടാൻ വേണ്ടി ചെയ്തിരിക്കുന്ന കാര്യമാണ് എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷെ ഇത് പൂർണ്ണമായിട്ട് ഉന്മൂലനം ചെയ്യണം. കഴിഞ്ഞ 9 വർഷം അല്ലെങ്കിൽ 10 കൊല്ലം ഒരു സർക്കാർ ഭരിച്ചിട്ട് സർക്കാരിനെ കുറ്റം പറയുകയാണോ എന്ന് ചോദിച്ചാൽ കുറ്റപ്പെടുത്താതെ പറ്റത്തില്ല. ആ ഒരു 10 കൊല്ലം കൊണ്ട് നശിച്ചു പോയൊരവസ്ഥയാണ് ഈ കാണുന്നത്. കാരണം അന്നും ഉണ്ടായിരുന്നു കുറെ ഓപ്പറേഷൻ പീഹണ്ട് ഇതിന്റെ അല്ല, ഈ ലഹരിക്കെതിരെ ലഹരി മരുന്ന് പിടിക്കുന്ന കുറെ പരിപാടികൾ ഉണ്ടായിരുന്നു. പക്ഷെ അന്നും പിടുത്തം ഇവിടെ 10 കിലോ പിടിക്കുമ്പോൾ അവിടെ മറ്റേ 1000 കിലോയും 10000 കിലോയും സാധനം അകത്തേക്ക് ഇറങ്ങി ചെറുകിട ചില്ലറ കച്ചവടക്കാരുടെ കൈകളിലെല്ലാം എത്തി, സ്കൂൾ കുട്ടികളുടെ കൈ വരെ എത്തി, എല്ലാവരെയും നശിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ്.
ഏതായാലും ഇപ്പോഴത്തെ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഇപ്പൊ ഇങ്ങനെ ഒരു മൂവ്മെന്റ് വന്നേക്കുന്നത് കൊണ്ട് കുറെ പിടുത്തം നടക്കുന്നുണ്ട്. പക്ഷെ അങ്ങനെ ഒരു നല്ല ഇത് ലഹരി മരുന്നിനെതിരെയുള്ള പോരാട്ടം നടക്കുമ്പോൾ ഇവിടെ നടക്കുന്നത് അതിനോടൊപ്പം തന്നെ കൊലപാതകം നടക്കുകയാണ്. ആർക്കും ഇപ്പൊ പേടിച്ചിട്ട് പുറത്തിറങ്ങാൻ മേല. നമുക്ക് ഒരുത്തൻ നമ്മളെ വന്ന് ചെറുതായിട്ടും തോണ്ടും, അല്ല അറിയാതെ തട്ടിപ്പോയി നമ്മള് നമുക്കിട്ട് വന്ന് തട്ടുകൊല്ലം ചെയ്ത് കഴിഞ്ഞാൽ തിരിച്ച് ചോദിക്കാൻ പറ്റത്തില്ല. കയ്യിൽ എന്താ ഇരിക്കുന്ന തരത്തിൽ എടുത്ത് അന്നേരം ഒരു കീച്ച് തന്നു കഴിഞ്ഞാൽ നമുക്കറിയത്തില്ലല്ലോ നമുക്ക് എന്തൊക്കെയാ വരാൻ പോകുന്നതെന്ന്. നാട് നന്നാകുമോ എന്നുള്ള കാര്യം അറിയത്തില്ല. നാട് നന്നാക്കാനുള്ള യുവാക്കളെല്ലാം ഇപ്പോൾ ലഹരിക്കടിമയായിക്കൊണ്ടിരിക്കുകയാണ്, തീർന്നുകൊണ്ടിരിക്കുകയാണ്. അടുത്ത ഒരു ഇതിലേക്ക് യുവാക്കൾ വേണം. അതായത് അടുത്ത ഈ പറയുന്ന നമ്മുടെ രാജ്യം അല്ലെങ്കിൽ നമ്മുടെ നാട് നന്നാകണമെന്നുണ്ടെങ്കിൽ യുവരക്തങ്ങൾ വേണം, യുവാക്കൾ വേണം. പക്ഷെ ആ യുവാക്കൾ ഇങ്ങനെ ഈ പറയുന്ന സാധനം എല്ലാം വലിച്ചു കിട്ടിട്ട് ഇങ്ങനെ കടന്നു പോവുകയാണെങ്കിൽ ഇത് അവസ്ഥയൊന്നും ആലോചിക്കും. ഏതായാലും തൂഫാൻ എന്ന് പറയുന്ന ആ ഒരു സംവിധാനം അതിശക്തമായിട്ട് നടക്കുന്നുണ്ട്. അത് അത്രയും ശക്തമായിട്ട് തന്നെ പോട്ടെ. കാരണം ഇനിയുള്ളൊരു കാര്യം എനിക്ക് തോന്നുന്നത് ഈ പറയുന്ന ലഹരി ഉപയോഗിക്കുന്ന ആളുകളെയൊക്കെ പിടിച്ചു കൊണ്ടുവന്ന് ഡി അഡിക്ഷൻ സെന്റേഴ്സിലൊന്നും ആക്കിയിട്ട് കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല. അല്ലെങ്കിൽ പിന്നെ അതിനുവേണ്ടി ഭയങ്കര കഠിനമായിട്ടുള്ള ട്രീറ്റ്മെന്റ് പരിപാടികൾ അവരെ റിക്കവർ ചെയ്ത് കൊണ്ടുവരാൻ വേണ്ടി. കാരണം അവരിങ്ങനെ ഒരു ട്രീറ്റ്മെന്റ് എല്ലാം കഴിഞ്ഞ് തിരിച്ചു വരുന്ന ഇതേ സൊസൈറ്റിയിൽ ഇതേ സുഹൃത്തുക്കളുടെ അടുത്തേക്കാണ്, ഇതേ പൊടിയും കാര്യങ്ങളും കൊടുക്കുന്ന സുഹൃത്തുക്കളുടെ അടുക്കലേക്കാണ് വരുന്നത്. അവർ വീണ്ടും സാധനം സപ്ലൈ ചെയ്യും, വീണ്ടും അടിക്കും. ഡി അഡിക്ഷനിൽ പോയിട്ട് വല്ല കാര്യമുണ്ടോ? ഇല്ല, ഒരു കാര്യമില്ല. അടുത്ത ഒരു ന്യൂസ് ഉണ്ടായിരുന്നു, അത് ഞാൻ ചെറുതായിട്ട് ഇവിടെ ഒന്ന് കൊടുക്കാം. മീമർത്ത കൊടുത്തില്ലെന്നും പറഞ്ഞ് കെട്ടിയോ ഒക്കെ അടിക്കുന്നത്. അത് വേറൊരു വാർത്ത. എന്തായാലും ഇവനാണ് ഇത് ചെയ്തത്. ഇതും മദ്യത്തിന് അടിമയായിട്ടുള്ള ഒരു മനുഷ്യനാണ്. വീട്ടിൽ ഇരിക്കുന്നവർക്കൊന്നും ഒരു സമാധാനത്തോടുകൂടി ഇരിക്കാൻ മേല. അവസ്ഥയെന്ന് പറയുന്നത് ഭയങ്കര പരിതാപകരം. ഈ പണ്ടാരം പിടിച്ച സാമാനം കാരണം. ഇതൊക്കെ പണ്ട് കാലങ്ങളിൽ കാരണവന്മാർ ഈ പറയുന്ന പണിയൊക്കെ കഴിഞ്ഞ് കഷ്ടപ്പെട്ട് പണിയൊക്കെ കഴിഞ്ഞ് എവിടെയെങ്കിലും പോയി കള്ള് വല്ലതും കുടിച്ചിട്ട് വീട്ടിൽ വന്ന് കിടന്ന് ഉറങ്ങുമായിരുന്നു. എല്ലാം ചെറിയ ചെറിയ പ്രശ്നങ്ങൾ, ഇത്രയും വലിയ വിഷയങ്ങളൊന്നും ഇല്ലായിരുന്നു. പഴയ ഒരു അവസ്ഥയല്ല. ഇപ്പം കഴിഞ്ഞ ദിവസം തന്നെ ഉണ്ടായിരുന്നു പെൺകുട്ടികൾ, സ്കൂളിൽ പഠിക്കുന്ന പെൺകുട്ടികൾ ഈ പറയുന്ന പോലെ മദ്യം വാങ്ങിക്കൊണ്ട് വന്ന് ആര് കൊണ്ട് കൊടുത്തു. 18 വയസ്സ് തികയാത്തവർക്ക് ഒരിക്കലും ബിവറേജിൽ പോയി മദ്യം വാങ്ങാൻ പറ്റില്ല. പക്ഷെ ആരോ കൊണ്ട് എത്തിച്ചു, പിള്ളേരടിച്ചു. എന്താണെങ്കിലും സമൂഹത്തെ തകർക്കാൻ വേണ്ടിയിട്ട് ഭയങ്കരമായ ഇത്രയും ഒരുപാട് നരഭോജികൾ തന്നെ പറയാം നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അതിൻ്റെ അകത്തൊക്കെ പെടാതെ പിള്ളേരൊക്കെ നന്നായിട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഒന്ന് വീട്ടിൽ നിന്ന് തന്നെ കാരണവന്മാർ പിള്ളേരെ നല്ല രീതിയിൽ ശ്രദ്ധിക്കണം. രണ്ടാമത് അധ്യാപകരെ ശ്രദ്ധിക്കണം. അധ്യാപകരെ ശ്രദ്ധിക്കാന്ന് പറഞ്ഞാൽ ഇപ്പൊ ശിക്ഷണമൊന്നും പറ്റത്തില്ല, ശിക്ഷിക്കാൻ പറ്റത്തില്ലാത്ത സിറ്റുവേഷനാണ്. പക്ഷെ എന്തെങ്കിലും ഒരു പ്രശ്നം മൈനസ് കണ്ടു കഴിഞ്ഞാൽ, ആ പിള്ളേരുടെ ഭാഗത്തുനിന്ന് തെറ്റ് കണ്ടാൽ അത് ഉടനെ വീട്ടുകാരെ അറിയിക്കുക. സ്കൂൾ മാനേജ്മെന്റ് അത് തീരുമാനിച്ച് അത് വീട്ടുകാരെ അറിയിക്കുക. കാരണം വീട്ടിൽ നിന്നും സ്കൂളിൽ നിന്നും എങ്ങനെയും ക്ലിയർ ആയിട്ട് പോയാലേ ഉള്ളൂ പിള്ളേർ കുറച്ചെങ്കിലും മര്യാദയ്ക്ക് പോകാൻ പറ്റുള്ളൂ. ഒരു ശകലമെങ്കിലും. ഇപ്പൊ പണ്ടത്തെ പോലെ ശിക്ഷണ പരിപാടികൾ പറ്റത്തില്ലാത്ത വലിയൊരു പ്രശ്നമായിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് എന്നതാണെങ്കിലും ഈ കാണുന്ന വാർത്തയൊക്കെ കാണുമ്പോൾ നമുക്ക് അറിയാതെ എന്താ പറയേണ്ടെന്നൊരവസ്ഥയാണ്. കാരണം ഈ നാളെ ആർക്കും എന്താ സംഭവിക്കുന്നത്, ചുമ്മാ വഴിയെ പോകുന്നതിനൊക്കെ ഇപ്പം അതുപോലെ തന്നെ ഈ ലഹരിക്ക് അടിമയായവന്മാരൊക്കെയാണ് ഈ പറയുന്ന വഴിയെ പോകുമ്പോൾ പാവപ്പെട്ട ആളുകളുടെ കഴുത്തെ കിടക്കുന്നതും കാതെ കിടക്കുന്നതും വലിച്ചു പറിക്കുക, അവരെ ഉപദ്രവിക്കുകയും എല്ലാം ചെയ്യുന്നത് മദ്യവും മയക്കുമരുന്നും വാങ്ങാൻ വേണ്ടിയിട്ട്, ഈ പറയുന്ന കാശിന് വേണ്ടിയിട്ട്. ഒരുത്തനും പണിക്ക് പോകാൻ താല്പര്യമില്ല. ഉള്ളവന്മാരെല്ലാം ഈ പറയുന്ന പോലത്തെ ഈ സാമാനം അടിച്ച് കയറ്റിയിട്ട് അവരെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നവരെ ഏറ്റവും കൂടുതൽ വേദനിപ്പിക്കുന്ന ഒരു പരിപാടി. ആ പാവപ്പെട്ട അപ്പൻ്റെ അമ്മയുടെ അവൻ ആ കൊന്നു കളഞ്ഞല്ലോ എന്ന് ഓർക്കുമ്പോഴത്തേക്ക് അവരുടെ നിഷ്കളങ്കമായ അവരുടെ മുഖം, അവർ പ്രതീക്ഷിക്കുന്നുണ്ട് അവരുടെ മകൻ്റെ ഭാഗത്തുനിന്ന് ഇങ്ങനെ ഉണ്ടാകുന്നു. നാളെ ഇത് ആരുടെയും കുടുംബത്തിലുണ്ടാകാം. ലഹരിക്കെതിരെയുള്ള പോരാട്ടം ശക്തമായില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പാണ് നമ്മളെല്ലാവരും ജാഗ്രത പാലിച്ചിരിക്കുക. ആർക്കും എന്നാ വരാൻ പോകുന്നെന്ന് പറയാൻ പറ്റില്ല. ഏതായാലും ശക്തമായ രീതിയിൽ ഓപ്പറേഷൻ തൂഫാൻ നടക്കട്ടെ. കാരണം അത്രയും ശക്തി ആർജിച്ച് പോയാലേ ഉള്ളൂ ഇത് എങ്ങനെയെങ്കിലും കുറേയൊക്കെ നമുക്ക് പിള്ളേരെയൊക്കെ, ഈ യുവാക്കളെ അല്ലെങ്കിൽ ഇതിനെ അടിമപ്പെട്ടു പോകാതെ കുറെ എണ്ണത്തിനെങ്കിലും തിരിച്ചെടുക്കാൻ പറ്റുള്ളൂ. ഈ പറയുന്ന ഈ ലഹരിയും ഇതുമായിട്ട് ബന്ധപ്പെട്ട് ആളുകളെ പിടിക്കുമ്പോൾ, അവരെ ജയിലിലേക്ക് അയക്കുമ്പോൾ, അവർ ആ ജയിൽവാസം കഴിഞ്ഞ് തിരിച്ചു വന്നിട്ട് വീണ്ടും ഇതേ പരിപാടിക്ക് തന്നെ പോകുന്നുണ്ട്. അവർക്ക് ഒരു പ്രോപ്പർ റീഹാബ് കിട്ടുന്നില്ല എന്നൊരു തോന്നലുണ്ട്. പിടിച്ചാൽ മാത്രം പോരാ, അവരെ നേർവഴിക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട്
ഉള്ള ശ്രമങ്ങളും കൂടെ നടക്കണം. ആ ശ്രമങ്ങൾ കാര്യക്ഷമമായിട്ട് നടക്കുന്നുണ്ടോ എന്നുള്ളത് ഒരു സംശയമാണ്, ചോദ്യചിഹ്നമാണ്. എന്താണെങ്കിലും ലഹരിക്കെതിരെ നമ്മൾ എല്ലാവരും തന്നെ പോരാട്ടം നടത്തണം. കാരണം ഇപ്പൊ പണ്ടത്തെ പോലെയല്ല, അവസ്ഥ ഭയങ്കര ശോകമാണ്. എല്ലാ വീട്ടിലുള്ള ആളുകളും ഒരുപോലെ തീരുമാനമെടുത്താലേ ഉള്ളൂ. കാരണം ഒരു മന്ത്രിക്കോ അല്ലെങ്കിൽ ഒരു മന്ത്രിസഭയ്ക്കോ പോലീസിനോ മാത്രമല്ല അതിൻ്റെ അകത്ത് ഉത്തരവാദിത്വം വീട്ടിലുള്ളവർക്കും വീട്ടുകാരും അധ്യാപകരും ഉൾപ്പെടെയുള്ളവരും ഇതിൻ്റെ അകത്ത് ശക്തമായ രീതിയിൽ നിലകൊള്ളുന്നു. ഇതിനെതിരെ, ലഹരിക്കെതിരെ കാണുമ്പോൾ സങ്കടം തോന്നും ഇങ്ങനത്തെ കാര്യങ്ങൾ. അപ്പോൾ അതുകൊണ്ടാണ് ഇത്രയെങ്കിലും പറഞ്ഞത്.